കുട്ടിയുടെ മുൻപിൽ വന്ന ചില ചോദ്യങ്ങളാ. യേശു എങ്ങനെ ദൈവമാകും? ഒരു മനുഷ്യൻ എങ്ങനെ ദൈവമാകും? യേശു എങ്ങനെ ദൈവമാകുന്നേ? യേശുവിൻ്റെ ദൈവത്വം വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ടോ? യേശു ദൈവമാണെന്ന് താൻ അവകാശപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ പതറുക ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ മുൻപിൽ. കാരണം ഇത് പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കുന്നില്ല, വായിച്ചു കൊടുക്കുന്നവൻ വായിച്ചു കൊടുക്കുന്നില്ല. നമ്മളോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല. നാളെ ഈ ക്രിസ്തീയ സമൂഹം ഉണ്ടാകുമെന്ന് വിശ്വസിക്കരുത്, പ്രതീക്ഷിക്കരുത്. ഇന്ന് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ഈ സമൂഹം ഇതപ്പാടെ നീങ്ങും, ഇതില്ലാതെയാകും. ഇന്ന് സ്വന്തം പിതാക്കന്മാർ അല്ലെങ്കിൽ സഭയുടെ നേതാക്കന്മാർ എന്തു പറയണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടെയുള്ള മറ്റു സമൂഹമാണ്. ഇത് നാളെ ഇതിലും വലിയ അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയെങ്കിലും വിശ്വാസത്തിൽ വളർത്തിയെടുക്കാനുള്ളൊരു ശക്തി നമുക്കുണ്ടാകണം. അപ്പസ്തോലൻ ഹെബ്രായ ലേഖനത്തിലെ അതിൻ്റെ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്നത്, നമ്മൾ യേശുവിൻ്റെ ദൈവത്വത്തെ എങ്ങനെ കാണണമെന്ന് അപ്പസ്തോലന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പസ്തോലന്മാർ പറയുന്ന കാര്യം എന്താണ്? അപ്പസ്തോലൻ എങ്ങനെ ക്രിസ്തുവിനെ പ്രഘോഷിച്ചുവോ, അപ്പസ്തോലൻ എങ്ങനെ യേശുവിനെ കണ്ടോ, അതുപോലെ ആയിരിക്കണം നമ്മളും കാണേണ്ടത്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞങ്ങൾ പറഞ്ഞ സുവിശേഷമല്ലാതെ മറ്റൊരു സുവിശേഷം ആരെങ്കിലും കൊണ്ടുവന്നാൽ നിങ്ങളതിൽ വിശ്വസിക്കേണ്ട. ഞങ്ങൾ പറഞ്ഞത്, അതായത് അപ്പസ്തോലിക വിശ്വാസമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഹെബ്രായ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. ആരാണ് അവകാശി എന്ന് പറയുന്നത്? ഇവിടെ ആരെക്കുറിച്ച് അവിടെ അവകാശി എന്ന് പറയുന്നത്? എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. പുത്രൻ വഴി, യേശുക്രിസ്തു വഴി നമ്മോട് സംസാരിച്ചിരിക്കുന്നു. യേശുവിനെ കുറിച്ച് അടുത്ത വാക്യം അപ്പസ്തോലൻ പറയുകയാണ്, അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിച്ചിരിക്കുന്നു. പിതാവ് പുത്രനെ സകലത്തിൻ്റെയും അവകാശിയായി നിയമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവകാശി ആരാ? പുത്രനാണല്ലേ. പുത്രൻ എന്തിൻ്റെയൊക്കെ അവകാശിയാണ്? സകലത്തിൻ്റെയും അവകാശി. അപ്പൊ പിതാവിന്റെ നാമത്തിന് ഇന്ന് അവകാശി ആരാ? എൻ്റെ അപ്പൻ്റെ പേരിലാണ് എൻ്റെ നാട്ടിൽ ഞാൻ അറിയപ്പെടുന്നത്. അപ്പൊ ഞാൻ എൻ്റെ പേരിൽ എൻ്റെ നാട്ടിൽ ഡെസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയണ്ടാവില്ല. ആരാ? പുതിയ തലമുറ ഒട്ടും അറിയാൻ പോകുന്നില്ല. പഴയ അപ്പച്ചന്മാർ, ഞാൻ ഈ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആളാണല്ലോ. അപ്പം എൻ്റെ നാട്ടിൽ ഉള്ള വീടുകളിൽ നമ്മൾ വർക്കിന് ചെല്ലും, കല്യാണങ്ങൾ ഷൂട്ട് ചെയ്യാൻ ചെല്ലും. അപ്പം എല്ലാ വീട്ടിലും ഒരു അപ്പച്ചനും ഒരു അമ്മച്ചിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ അപ്പച്ചൻ ചോദിക്കും, മോൻ്റെ വീട് എവിടെയാണ്? അവർക്ക് ഈ അപ്പാപ്പന്മാർക്ക് മക്കളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ. അവർ കുശലം ചോദിക്കും, മോൻ്റെ വീട് എവിടെയാണ്? കിടങ്ങൂര് തന്നെയാണ്. കിടങ്ങൂര് ഏതാ? വീട്ടുപേര് പറയും, അറിയില്ല. വീട്ടുപേര് അറിയാൻ പറ്റും. അപ്പൻ്റെ പേരെന്നാ? അപ്പൻ്റെ പേര് ഞാൻ പറയും ആൻ്റണി. നമ്മൾ ഭയങ്കര പ്രശസ്തനായിട്ട് പറയും ആൻ്റണി അറിയത്തില്ലല്ലോ. ഞാൻ പറയും അന്തോണിക്കുട്ടി. ഓ, അന്തോണിക്കുട്ടിയുടെ മോനാ, എടുത്തു വയ്ക്ക് പറയും. കാരണം എൻ്റെ അപ്പൻ നാട്ടിൽ അറിയപ്പെടുന്നത് ആ പഴയ പേരിൽ തന്നെയാണ്, അന്തോണിക്കുട്ടി. നമ്മൾ സ്റ്റാൻഡേർഡ് കൂട്ടാനായിട്ട് നമ്മൾ ആൻ്റണി, കാരണം എൻ്റെ ഒഫീഷ്യൽ നെയിമിലെല്ലാം ആൻ്റണി തന്നെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അതേ പറയത്തുള്ളൂ, ആദ്യം വായിൽ അതേ വരത്തുള്ളൂ. പക്ഷേ ഈ പേര് പറഞ്ഞാൽ കൃത്യമായിട്ട് അറിയും. ഇനി അങ്ങനെയും പരിചയമില്ലാത്തവരോട് ഞാൻ എൻ്റെ വല്യപ്പൻ്റെ പേര് പറയും, എൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ പേര് പറയും. അത് പറഞ്ഞാൽ അറിയാത്തവരെല്ലാവരും അറിയും. കാരണം എൻ്റെ അപ്പൻ്റെ അവകാശം ഇന്ന് ഞാനാ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പിതാവ് പറയുന്ന ഒരു കാര്യം ദൈവവചനം പറയുകയാണ്, അവൻ സകലത്തിൻ്റെയും അവകാശിയാണ്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിന്റെയും അവകാശിയെ നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാ? ഈ സർവ്വപ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത് ആരാന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത്? യേശു ക്രിസ്തുവാണ് സർവത്തിൻ്റെയും സൃഷ്ടാവെന്ന് ഹെബ്രായ ലേഖകൻ നമ്മുടെ മുൻപിൽ വെക്കുന്നു. 2 കാര്യമേ ഉള്ളൂ, ഒന്ന് സൃഷ്ടി, മറ്റൊന്ന് സൃഷ്ടാവ്. ഒന്ന് സൃഷ്ടി, മറ്റൊന്ന് സൃഷ്ടാവ്. ഞാൻ സൃഷ്ടിയാണെങ്കിൽ നിങ്ങളെല്ലാം സൃഷ്ടികൾ തന്നെയാണ്, അല്ലേ? ഈ പറയുന്ന മൊബൈൽ സൃഷ്ടിയാ, ഇന്നിവിടെ ചുറ്റും കാണുന്ന സകലതും സൃഷ്ടിയാ. പക്ഷെ മറ്റൊരു കാറ്റഗറി ഉണ്ട്, സൃഷ്ടാവ്, അല്ലേ? യേശുവിനെ കുറിച്ചുകൂടെ പറയുന്നത് അവൻ ആരാന്ന് പറയുന്നത്? അവൻ സകലത്തിൻ്റെയും സൃഷ്ടാവാണെന്നാണ് അപ്പസ്തോലൻ പറയുന്നത്. അപ്പസ്തോലൻ യേശുവിനെ എങ്ങനെ അംഗീകരിച്ചു? യേശുവിനെ ദൈവമായിട്ട് തന്നെ അംഗീകരിച്ചു. വിശുദ്ധ വേദപുസ്തകം പറയാണ്, യേശു സകലത്തിൻ്റെയും സൃഷ്ടാവ്, അവൻ സകലത്തിൻ്റെയും അവകാശി. പിതാവിനെ ദൈവം എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പുത്രനും അതേ വിളിക്ക് അവകാശിയാണ്. പുത്രൻ ദൈവമാണെന്ന് ഇതാ യേശയ്യാ പ്രവാചകൻ വെളിപ്പെടുത്തി വെച്ചിരിക്കുക. ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു, അവൻ നിത്യനായ ദൈവം, സർവശക്തനായ പിതാവ് എന്ന് പ്രവാചകൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുക. വീണ്ടും അപ്പസ്തോലൻ അത് നമ്മുടെ മുൻപിൽ പറയുകയാണ്, അവനാണ് സൃഷ്ടാവായ ദൈവം,
സകലത്തിൻ്റെയും അവകാശിയായവൻ എൻ്റെ യേശു തന്നെയാണ്. ഹല്ലേലൂയ. ഞാൻ പിതാവിനെ ദൈവമെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പുത്രനെയും ദൈവമെന്ന് വിളിക്കണം. കാരണം അവൻ സകലത്തിൻ്റെയും അവകാശിയാണ്. പിതാവിനെ ദൈവമെന്ന് വിളിക്കുന്ന അതേ അവകാശം തന്നെ പുത്രനുണ്ട്. അതേ അവകാശം തന്നെ പുത്രനെയും വിളിക്കുന്നു. പുത്രൻ ദൈവം. അപ്പസ്തോലന്മാർ മുഴുവൻ അത് തന്നെ വിളിച്ചത്, യേശുവിനെ ദൈവമെന്ന് തന്നെ വിളിച്ചത്. വീണ്ടും തുടർന്ന് നമ്മൾ വചനങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളൊരു ചാർട്ട് ഉണ്ടാക്കണം വീട്ടിൽ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളൊരു ചാർട്ട് തയ്യാറാക്കണം. ഇന്ന് ക്രിസ്തീയ സഭ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു മേഖലയാണ് യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച്. നിങ്ങൾ നാളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ ബാംഗ്ലൂരും മംഗലാപുരത്തൊക്കെ പഠിപ്പിക്കാൻ വിടുമ്പോൾ സൂക്ഷിച്ചോ. കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുൻപിലേക്കാണ് നമ്മൾ വിടുന്നത്. 2ാം ക്ലാസ് മുതൽ ഒരു കുഞ്ഞിനെ എങ്ങനെ അവൻ്റെ മതത്തിലേക്ക് ആകർഷിക്കാമെന്ന് പറയുന്ന ചില സ്കൂളുകൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുന്നത്. നമ്മളിപ്പോഴും 12ാം ക്ലാസ് വരെ കാറ്റഗിസം പഠിക്കുന്നുണ്ട്. യേശു ആരാന്നറിയത്തില്ല, ഇനി മാതാവാണോ ദൈവമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുടെ ഇടയിലാണ് നമ്മുടെ സമൂഹം നിൽക്കുന്നത്. ആ വിശ്വാസ സമൂഹത്തെ നമ്മൾ എവിടേക്ക് ഇറക്കി വിടുന്നത്? ഈ ബാംഗ്ലൂരും മംഗലാപുരത്തും ബോംബെയിലും ഡൽഹിയിലും ഇങ്ങനെയുള്ള സ്ഥലത്ത് ഈ സമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് നമ്മൾ ഈ ഇറക്കി വിടുന്നത്. സ്വന്തം കുഞ്ഞുങ്ങളെ പോലും വിശ്വാസം പഠിപ്പിക്കാൻ കഴിവില്ലാത്ത ഒരു വിശ്വാസ സമൂഹമായി നമ്മൾ ഇന്ന് മാറിയിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, നമ്മുടെ വീടുകളിൽ ഒരു ചാർട്ട് ഉണ്ടാക്കണം. ഒരു ചാർട്ട് ഉണ്ടാക്കി ഈ 2 കാര്യങ്ങൾ, 10 കൽപ്പനയുടെ ഒരു ചാർട്ട് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, അല്ലേ? 10 കൽപ്പന. ഈ 10 കൽപ്പന പോലെ ഒരു ചാർട്ട് ഉണ്ടാക്കണം. യേശു ദൈവമാണെന്ന് പറഞ്ഞ വാക്യങ്ങളും പിതാവ് ദൈവമാണെന്ന് പറയുന്ന വാക്യങ്ങളും, ഇത് രണ്ടും ഒന്നാണെന്ന് കാണിക്കുന്ന ഒരു ചാർട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളത് പഠിപ്പിക്കണം. ഇപ്പുറത്ത് പിതാവ് എന്ന് എഴുതണം, ഇവിടെ യേശു എന്ന് എഴുതണം. പിതാവ് തൻ്റെ ദൈവത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് അത് നമ്മൾ ഇപ്പുറത്ത് എഴുതണം. ഇവിടെ യേശു താൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്ന വാക്യങ്ങൾ ഇപ്പുറത്ത് എഴുതണം. ഇങ്ങനൊരു ചാർട്ട് ഉണ്ടാക്കണം നമ്മൾ. അങ്ങനെ വിശ്വാസത്തിൻ്റെ ഒരു ശക്തി നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ വളർത്തിയെടുത്തതിൻ്റെ ഇടയിൽ നിന്നാണ് ഒരു പൗലോസ് ഉണ്ടായത്, ഒരു ബർണബാസ് ഉണ്ടായത്, ഒരു സ്തെഫാനോസ് ഉണ്ടായത്. അവരുടെ ഇടയിൽ നിന്ന് അപ്പസ്തോലന്മാർ വളർന്നു വന്നത്. അല്ലാതെ ഈ മൊണ്ണ കുഞ്ഞാടുകളുടെ ഇടയിൽ നിന്നല്ല വളർന്നു വന്നിരിക്കുന്നത്. ഈ മൊണ്ണ കുഞ്ഞാടുകളുടെ ഇടയിൽ നിന്ന് ഒരു സുവിശേഷകനൊന്ന് വളർന്നാൽ എന്തായിരുന്നു? വേണ്ട, ഒരു വിശ്വാസി. സുവിശേഷകൻ വേണ്ട, ഒരു കുഞ്ഞാടൊന്ന് വിശ്വാസിയായി എന്തായിരുന്നു? കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഷിബൂർദർ പറയുന്നൊരു കാര്യമുണ്ട്, യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നമ്മുടെ ഇടയിൽ വരണം. നമ്മളിന്ന് നമ്മുടെ ഡിബേറ്റ് ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയവും അത് തന്നെയാണ്, യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ. ഇത് വെറുതെ നമ്മുടെ ഇടയിലേക്ക് കർത്താവ് കൊണ്ടുവന്നൊരു വിഷയമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞൊരു ചാർട്ട് ഉണ്ടാക്കണം നമ്മുടെ വീട്ടിൽ. 10 കൽപ്പന മാത്രമല്ല, ഈ ഒരു ചാർട്ട് ഉണ്ടാകണം. ഞാനൊരു ചാർട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പോവുകയാണ്. നമ്മൾ ആ ചാർട്ടിനെ കുറിച്ച് പരിശോധിച്ചാൽ മുന്നോട്ട് പോകുന്നത്. ചാർട്ടിൽ ഇപ്പുറത്ത് നമ്മൾ എഴുതുകയാണ് പിതാവ്, ഇപ്പുറത്ത് നമ്മൾ എഴുതാണ് പുത്രൻ. അപ്പോൾ പുത്രൻ്റെ സ്ഥാനത്ത് നമ്മൾ ബ്രാക്കറ്റിലിടുക യേശു എന്നും കൂടി ഇട്ടോ. നിങ്ങളുടെ ബുക്കും പേപ്പറും പേനുള്ളവരോ എഴുതിയെടുത്തോ. ഒരു സ്ഥലത്ത് പിതാവെന്നും ഇപ്പുറത്ത് പുത്രൻ എന്ന് യേശു എന്നും എഴുതി വെച്ചോ. എന്നിട്ട് താഴോട്ട് നമ്മൾ വചനങ്ങൾ വായിക്കാൻ പോവുകയാണ്. വിശുദ്ധ വേദപുസ്തകം തുടങ്ങുന്ന ആദ്യത്തെ വാക്യം നമ്മൾ വായിക്കുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ മാത്രമേ നമ്മളൊരു കാര്യം ഇവിടെ സ്ഥാപിക്കുന്നുള്ളൂ. ദൈവവചനം നമ്മളോട് എന്ത് പറഞ്ഞോ അതല്ലാതെ മറ്റൊരു വാക്ക് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം, പിതാവ് എന്ന് എഴുതിയിരിക്കുന്നതിന്റെ താഴെ നമ്മൾ എഴുതുകയാണ് ഉൽപ്പത്തി 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ സൃഷ്ടിച്ചവൻ ആരാണ്? ദൈവം. സൃഷ്ടാവ് ആരാണ്? ദൈവം. സൃഷ്ടിച്ചവനാണ് ദൈവം, സൃഷ്ടാവാണ് ദൈവം. അവൻ ആദിയിൽ സൃഷ്ടിച്ചു. ആര് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ ദൈവം സൃഷ്ടിച്ചു. അങ്ങനെ തന്നെയല്ലേ വചനം പറഞ്ഞിരിക്കുന്നത്? ഒരു മാറ്റവും ഇല്ല. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ദൈവമാണ് സൃഷ്ടിച്ചത്, അവൻ ആദിയിലാണ് സൃഷ്ടിച്ചത്, അവൻ സൃഷ്ടാവാണ്, അവനാണ് ദൈവം. സൃഷ്ടിച്ചവൻ ആരോ അവനാണ് ദൈവം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? അതിന് നേരെ ഇപ്പുറത്ത് പുത്രൻ എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നമ്മൾ എഴുതുകയാണ് ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം. പുത്രൻ എന്ന് കാണിച്ച് ഇപ്പുറത്ത് എഴുതിയിരിക്കുന്ന ചാർട്ടിൽ നമ്മൾ എഴുതുകയാണ് ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, നേരത്തെ പറഞ്ഞ കാര്യമാണ്. അവൻ സൃഷ്ടാവാണ്. ഹെബ്രായ ലേഖനം 1:2 നമ്മൾ നേരത്തെ വായിച്ചു. അവനിലൂടെ സർവവും സൃഷ്ടിക്കപ്പെട്ടു. കൊളോസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 16-ഉം 17-ഉം വാക്യം. പുത്രൻ എന്നതിൻ്റെ താഴെ തന്നെ നമ്മൾ എഴുതിക്കോ കൊളോസ്യ ലേഖനം 1:16-17 വായിക്കാം. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള
ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയിട്ടുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. പുത്രനെ കുറിച്ചുകൂടെ വചനം പറയുകയാണ്, കൊളോസ്യ ലേഖനം പറയുകയാണ്, അവനിലൂടെ സർവവും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളും ആധിപത്യങ്ങളും അവകാശങ്ങളും സർവ്വതും അവന് വേണ്ടി അവനിലൂടെ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ സൃഷ്ടാവാരാണ്? യേശു സൃഷ്ടാവാണെന്ന് ഇതാ വീണ്ടും അപ്പസ്തോലൻ വെളിപ്പെടുത്തുകയാണ്. ഒന്നുകൂടി വായിച്ചോ മോനെ, 16 17 വാക്യം ഒന്നുകൂടി വായിച്ചോ. കാരണം അവനിൽ അവൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ നീ കാണുന്നതും കാണാത്തതുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സകല വസ്തുക്കളും, ദൂതന്മാരാകട്ടെ, അവകാശങ്ങളാകട്ടെ, ആധിപത്യങ്ങളാകട്ടെ, പവർ ആകട്ടെ, സകലതും അവനിലൂടെ അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. അവനാണ് സൃഷ്ടാവ്, അവനാണ് യേശു ക്രിസ്തു എന്ന് വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം അപ്പസ്തോലന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവവചനം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മളെ പഠിപ്പിച്ചു, ദൈവം സൃഷ്ടിച്ചു. ഇതാ പുതിയ നിയമം അപ്പസ്തോലന്മാർ പറയുകയാണ്, യേശു സൃഷ്ടാവാണ്, അവൻ സൃഷ്ടിച്ചു, ആധിപത്യം അവന്റെയാണ്, സിംഹാസനം അവന്റെയാണ്, സകലതും അവനിലൂടെ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. 1 കൊരിന്തോസ് 8-ാം അധ്യായം 6-ാം വാക്യം, പിതാവ് എന്നുള്ളിടത്ത് നമ്മൾ ഇപ്പുറത്തെ കോളത്തിൽ എഴുതുകയാണ്. 1 കൊരിന്തോസ് 8-ാം അധ്യായം 6-ാം വാക്യം. എങ്കിലും നമുക്കൊരു ദൈവമേ ഉള്ളൂ, ആരാണോ സർവ്വവും സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. ശ്രദ്ധിക്കണേ, ഇവിടെ ഒരു കൺഫ്യൂഷൻ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. ഒരു കൺഫ്യൂഷൻ കൂടുതൽ വരാൻ സാധ്യതയുള്ളൊരു വാക്യമാണ് 1 കൊരിന്തി അതിന്റെ 8-6. അവിടെ ഇങ്ങനെ പറയുന്നത്, നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ. എത്ര ദൈവമുണ്ട്? നമുക്ക് ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. ആരാണ് ദൈവം, എന്താണ് ദൈവം? അവിടെ പറയാണ്, സർവവും സൃഷ്ടിച്ചത് ആരാണോ, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. അപ്പൊ സൃഷ്ടാവ് ആരാണ്? പിതാവാണ് സൃഷ്ടാവ്. സർവവും സൃഷ്ടിച്ചത് ആരാണ്? ആ പിതാവാണ്. ആരിലൂടെയാണ് സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണ് സൃഷ്ടിച്ചത്, ആ പിതാവാണ് സർവവും സൃഷ്ടിച്ചത്. അപ്പൊ പിതാവ് ദൈവമാണെന്ന് 1 കൊരിന്തോസ് 8-6 വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം പറയുകയാണ്. ഇനി വീണ്ടും നമ്മൾ പുത്രന്റെ സ്ഥാനത്തും ഇപ്പുറത്തും അതേ വാക്യം തന്നെ എഴുതിക്കോ. 1 കൊരിന്തി അതിന്റെ 8-6 തന്നെ ഇപ്പുറത്ത് എഴുതാം. കാരണം തൊട്ട് താഴെയുള്ള ആ ഒരു സംഭവം കൂടി നമ്മളൊന്ന് വായിക്കാം. ഒരു കർത്താവേ നമുക്കുള്ളൂ, ഒരു കർത്താവേ നമുക്കുള്ളൂ, ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ സർവവും സൃഷ്ടിക്കപ്പെട്ടത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശു ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തു ആരാണെന്നാണ് അവിടെ അപ്പോസ്തലൻ പറയുന്നത്? യേശു ക്രിസ്തു സൃഷ്ടാവായ ദൈവം തന്നെയാണ്. ഇത് രണ്ടും ഒരു സ്ഥലത്ത് തന്നെ ഒരൊറ്റ വാക്യത്തിൽ ഉൾപ്പെടുത്തി പറയുകയാണ്. ആ പിതാവാണ് സൃഷ്ടാവ്, ആ പുത്രനാണ് സൃഷ്ടാവ്. പിതാവ് തന്നെയാണ് പുത്രൻ. അതാ യേശു എന്ന് പറഞ്ഞത്, പിതാവേ എന്നെ കാണുന്നവൻ, പീലിപ്പോസേ നീ പിതാവിനെ കാണുന്നു. കാരണം പിതാവാണ് സൃഷ്ടാവ്, ഞാനാണ് ആ പിതാവ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അതാണ് പൗലോസ്ലീഹ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. ദൈവത്തിന് തുല്യന. ദൈവം എന്താണോ അത് തന്നെയാണ് പുത്രൻ. ദൈവം ആരാണോ അത് തന്നെയാണ് പുത്രൻ. അതിലൊരു ചേഞ്ചും ഇല്ല. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, അത് യേശു പറഞ്ഞു വെച്ചു. അത് തന്നെയാണ് അപ്പസ്തോലനായ പൗലോസ് പറയുന്നത്, ആരിലൂടെയാണോ സർവവും സൃഷ്ടിക്കപ്പെട്ടത് അവൻ ഏക ദൈവം, ആ ദൈവം തന്നെയാണ് ക്രിസ്തു, ആ ദൈവം തന്നെയാണ് യേശു എന്ന് അപ്പസ്തോലനോട് പറഞ്ഞു വെക്കുക. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു. വീണ്ടും നമ്മൾ ഇപ്പുറത്ത് പിതാവിന്റെ സ്ഥാനത്ത് എഴുതുകയാണ്. ഏശയ്യാ പ്രവചനം 44-ാം അധ്യായം 6-ാം വാക്യം. ഇസ്രായേലിന്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാൻ ആദിയും അന്തവുമാണ്, ആദ്യത്തവനും അവസാനത്തവനുമാണ്, ഞാൻ ആദിയും അന്തവുമാണ് എന്ന് യേശു ദൈവപിതാവ് പറയുകയാണ്. ഇസ്രായേലിന്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. വെളിപ്പാട് പുസ്തകം അതിന്റെ 22-ാം അധ്യായം 13-ാം വാക്യം നമ്മൾ പുത്രൻ എന്ന സ്ഥാനത്ത് എഴുതിക്കോ. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമനും ഒടുവിലെത്തവനും. ഇതാരാ പറയുന്നത്? യേശു പറയാണ്, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഞാൻ ആദ്യത്തവനും അവസാനത്തവനും ഞാനാണെന്ന് യേശു വ്യക്തമായിട്ട് പറയുക. പിതാവായ ദൈവം, യഹോവയായ ദൈവം തന്നെ കുറിച്ച് പറഞ്ഞ അതേ കാര്യം തന്നെ ഇപ്പുറത്തെ യേശു പറയുകയാണ്, താൻ ആൽഫയും
ഒമേഗയുമാണ്. വെളിപ്പാട് പുസ്തകം 22:16 കൂടെ നമ്മൾ അതിൻ്റെ കൂടെ നോട്ട് ചെയ്തു. കാരണം ആ 16 കൃത്യമായി അത് ആരാണ് അവകാശപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. ആ വാക്യം കൂടി വായിച്ചു മോനെ. യേശുവായ ഞാൻ സഭകളെക്കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി എന്റെ ദൂതനെ അയച്ചു. ഞാൻ ആൽഫയും ഒമേഗയുമാണെന്ന് പറയുന്നവൻ ആരാണെന്ന് 16 വാക്യം പറയാണ്. യേശുവായ ഞാൻ ആൽഫയും ഒമേഗയുമാണ്. ദൈവം തന്നെ അത് വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുകയാണ്, പിതാവായ ദൈവം ആൽഫയും ഒമേഗയും, അവൻ ആദിയും അന്തവുമാണെങ്കിൽ ഇതാ യേശു ക്രിസ്തു അവൻ ആൽഫയും ഒമേഗയും അവൻ ആദിയും അന്തവുമാണെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 1 വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായി. ആ വാക്യം വായിച്ചോ? യോഹന്നാൻ സുവിശേഷം 1:1. പുത്രന്റെ സ്ഥാനത്ത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കിടക്കട്ടെ. ഒരു വാക്യം അല്ല, ഒരു 3 വാക്യം കിടന്നോട്ടെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ആദിയിൽ ഉണ്ടായിരുന്ന യേശുവിനെ കുറിച്ച് പറയാണ്, യേശു ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യേശു ദൈവമായിരുന്നു എന്ന് യോഹന്നാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുക. ഇന്ന് വിഗ്രഹമല്ല ദൈവം. വിഗ്രഹത്തിന്റെ പിന്നാലെയല്ല പോകേണ്ടത്. വിഗ്രഹത്തിന്റെ പിന്നാലെ പോകുന്നവൻ അവൻ ശബ്ദനാണെന്നാണ് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നത്. അവനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അവനോട്ട് ദൈവാത്മാവുള്ളവനൊന്നുമല്ല. അവൻ പുല്ല് തിന്നുന്ന കാളയുടെ ആത്മാവുള്ളവനാ. എങ്ങനത്തെ ആത്മാവുള്ളവനാ? പുല്ല് തിന്നുന്ന കാളയുടെ ആത്മാവാണ് അവൻ്റെ ഉള്ളിലുള്ളത്. ഈ പുല്ല് തിന്നുന്ന കാളയുമായി ചേരുന്നവൻ കാളയുടെ ആത്മാവിനോട് ഒരേപോലെ ആകി മാറുന്നു. ഞാൻ പറഞ്ഞല്ല, പൗലോസ് പറഞ്ഞതാണ്. എല്ലാവരും എന്നെ സൂക്ഷിച്ച് നോക്കണ്ട. അതായത് വിഗ്രഹത്തെ ആരാധിക്കുന്നവൻ, വിഗ്രഹത്തെ വണങ്ങുന്നവൻ, വിഗ്രഹത്തെ എടുത്തുകൊണ്ട് പോകുന്നവൻ. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഇന്ന് വരെ കാണാത്ത ഒരു വലിയ പ്രദക്ഷിണം പോകുന്നു. സാധാരണ കുടുംബ യൂണിറ്റുകൾക്ക് 4 പേര് വന്നാലായി, ഒരു 15 പേര് ഉണ്ടായാലായി. അതും 7 മണിക്ക് യൂണിറ്റ് തുടങ്ങിയാൽ 8 മണി 8:30 ആകുമ്പോഴേക്കും ചായയുടെയും പബ്സിൻ്റെ നേരെ ആകുമ്പോൾ നമ്മൾ എണ്ണം കൂടുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച കൃത്യം 7 മണിക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു വിഗ്രഹത്തെയും ചോദ്യം ഇങ്ങനെ പോകുന്നുണ്ട്. കുറേ എണ്ണം അവർ തിരിയും കത്തിച്ച് ജയ്യും വിളിച്ചു പോകുന്നുണ്ട്. ഇത് ഏത് ആത്മാവാ? പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു, കാളയെ ആരാധിക്കുന്നവൻ അല്ലെങ്കിൽ കാളയെ ഏറ്റുകൊണ്ട് നടക്കുന്നവൻ, ഒരു കാളയുടെ സ്വർണ്ണ വിഗ്രഹത്തിന്റെ മുൻപിൽ നിന്ന് കുമ്പിടുന്നവൻ, അത് കാളയുടെ ആത്മാവുള്ളവനാണ്. ഞാൻ പറഞ്ഞല്ല, സെന്നേഴ്സിനും പറഞ്ഞതാ, അപ്പസ്തലനായ പൗലോസ് പറഞ്ഞതാ. വീണ്ടും നമ്മൾ പിതാവിന്റെ കോളത്തിൽ വീണ്ടും നമ്മൾ എഴുതുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4:24 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 4:24 വാക്യം. പിതാവിനെ കുറിച്ച് ഞാൻ പറയുന്ന പിതാവിനെ കുറിച്ച് ഏറ്റവും നല്ല വാക്ക് പറയാൻ അധികാരമുള്ളവൻ പുത്രൻ തന്നെയാണ്, അല്ലേ? വേറെ ആര് പറഞ്ഞാലും അതിനേക്കാൾ ഏറ്റവും അധികാരമുള്ള വാക്ക് പുത്രൻ പറയുന്നത് തന്നെയാണ്. അപ്പസ്തോലന്മാർ പറയുന്നതിനേക്കാൾ പുത്രൻ പറയുന്ന വാക്കിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത്. യേശു പറഞ്ഞ വാക്യം തന്നെയാണ്. യോഹന്നാൻ സുവിശേഷം 4:24 വായിക്കാം. ദൈവം ആത്മാവാണ്, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത്. ദൈവം ആത്മാവാണ്, അവിടുത്തെ ആരാധിക്കുന്നവൻ വിഗ്രഹത്തിനെ ഏറ്റുകൊണ്ടല്ല, വിഗ്രഹത്തിന് മാല ഇട്ടുകൊണ്ടല്ല, വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടല്ല, അവനെടുത്തുകൊണ്ട് പ്രദർശനം നടത്തിക്കൊണ്ടല്ല, വിഗ്രഹത്തെ മാറ്റി നിർത്തി ദൈവം ആത്മാവാണ്. ആ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവനാണ് ദൈവത്തെ ആരാധിക്കുന്നവൻ പറഞ്ഞേ. അപ്പൊ ദൈവം എങ്ങനെയുള്ളവനാണെന്നാ കർത്താവ് പറഞ്ഞേ. യേശു പറഞ്ഞ എന്താ? ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവാണെന്നാ യേശു നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം ആത്മാവാണ്, ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കണം. ദൈവം ആത്മാവാണ്. ഇപ്പുറത്ത് പറയുകയാണ് പിതാവിൻ്റെ സ്ഥാനത്ത്. 2 കൊരിന്തോസ് അതിൻ്റെ 3:17 വാക്യം. പുത്രന്റെ സ്ഥാനത്ത് നമ്മൾ എഴുതിക്കോ. 2 കൊരിന്തോസ് അതിൻ്റെ 3:17 വാക്യം. കർത്താവ് ആത്മാവാണ്, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ശ്രദ്ധിക്കണേ, ഇവിടെ കർത്താവ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ആരെയാ? കർത്താവ് എന്നവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്. അതെങ്ങനെയാ ബ്രദർ? അതെങ്ങനെ ശരിയാകുന്നത്? പൗലോസ് ലീഹയുടെ മുഴുവൻ ലേഖനങ്ങൾ എടുത്ത് നോക്കിക്കോ. കർത്താവായ യേശു ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു എന്ന് എത്ര വചനം നമുക്ക് കാണാൻ സാധിക്കും. അപ്പസ്തോലന്മാർ മുഴുവൻ യഹൂദ സമൂഹത്തിന്റെ മുൻപിൽ വന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത് കർത്താവായ യേശു ക്രിസ്തു ആണെന്നാണ് അവർ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. നിങ്ങൾ അപ്പസ്തോല പ്രവൃത്തി അതിൻ്റെ 16 മുതൽ താഴോട്ട് വായിച്ചാൽ സിനഗോഗുകളിൽ പോയിരുന്നവർ പഠിപ്പിച്ചത് മുഴുവൻ യേശു തന്നെയാണ് ക്രിസ്തു എന്നവർ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ ദൈവമെന്ന് അവർ വാദിച്ചു കൊണ്ടിരുന്നു. യഹൂദ സമൂഹത്തിൻ്റെ ഇടയിൽ അവർ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതാണ് അപ്പസ്തോലന്മാർ എഴുതി വച്ചിരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ പൗലോസ് പറയാണ് കർത്താവ് ആത്മാവാണ്. യേശു എന്താ പറഞ്ഞ്? ദൈവപിതാവ്
ആത്മാവാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറയാണ് യേശു ആത്മാവാണെന്ന് ഇവിടെ അപ്പസ്തോലൻ പറയുക. അപ്പോൾ പൗലോസ് യേശുവിനെ എങ്ങനെ മനസ്സിലാക്കി? പൗലോസ് എങ്ങനെ യേശുവിനെ മനസ്സിലാക്കിയേ? യേശു പിതാവായ ദൈവത്തിൻ്റെ തുല്യനായ ആത്മാവ് തന്നെയാണ്, ദൈവം തന്നെയാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ അപ്പസ്തോലന്മാർ വെളിപ്പെടുത്തുകയാണ്. ഞാൻ പറയുന്നത് ഒരു ചേരുംപടി ചേർക്കും പോലെ ഈ വചനം കിടക്കുന്നത്. പഴയ നിയമത്തിലല്ല, പുതിയ നിയമത്തിൽ പിതാവിനെ കുറിച്ച് യേശു പറയുകയാണ് പിതാവ് ആത്മാവാണ്. ഇതാ അപ്പസ്തോലൻ പറയാണ് യേശു ആത്മാവാണ്, കർത്താവ് ആത്മാവാണെന്ന് 2 കൊരിന്തി അതിൻ്റെ 3-ാം അധ്യായം 17-ാം വാക്യം നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തിയ പിതാവ് ആത്മാവാണ്, യേശു ആത്മാവാണെന്ന് നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തിയ. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞു കാളയെ ആരാധിക്കുന്നവൻ അല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെ പിന്നാലെ പോകുന്നവൻ കാളയുടെ ആത്മാവുള്ളവനാണെന്ന് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞതല്ല, പൗലോസ് പറഞ്ഞതാണ്. 1 കൊരിന്തോസ് അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോട് ഏക ആത്മാവായി തീരുന്നു. അപ്പൊ കർത്താവ് എന്ന് പറയുന്നത് ഇവിടെ യേശുവിനെ കുറിച്ചാണ് അല്ലേ? കർത്താവ് എന്ന് പറയുന്നത് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ യേശുവുമായി സംയോജിക്കുന്നവൻ അവിടത്തോടു കൂടെ ഏക ആത്മാവായി തീരുന്നു. നീ യേശുവിനെ ആരാധിക്കുമ്പോൾ, നീ യേശുവിനെ സ്തുതിക്കുമ്പോൾ, യേശു ദൈവമാണെന്ന് നീ വിശ്വസിക്കുമ്പോൾ, യേശു ദൈവമാണെന്ന് നീ പ്രഖ്യാപിക്കുമ്പോൾ, നീ അത് പഠിപ്പിക്കുമ്പോൾ, നിന്റെ മക്കൾക്ക് നീ അത് പകർന്നു കൊടുക്കുമ്പോൾ യേശുവുമായി ഒരാത്മാവായി തീരണം. ആ ഒരാത്മാവായി തീരുമ്പോഴാണ് നിനക്കത് പറയാൻ പറ്റത്തുള്ളൂ. ഇന്ന് മനുഷ്യരെ ഭയന്നുകൊണ്ട് ഇവിടെ നിന്നത് പറയാൻ പറ്റത്തില്ല യേശു ദൈവമാണെന്ന്. അവനോടുകൂടെ ഒരേ ആത്മാവായി നിന്നാൽ മാത്രമേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. അത് അപ്പസ്തോലൻ പറയുന്നേ, കർത്താവുമായി സംയോജിക്കുന്നവൻ ഒരേ ആത്മാവായി തീരുന്നു. ഇന്ന് സ്നാനപ്പെട്ട് ഇവിടെ നിൽക്കുന്നവന്റെ ഉള്ളിലുള്ളത് ദൈവത്തിന്റെ ആത്മാവാ. എൻ്റെ ആത്മാവോ അങ്ങ് സ്വർഗത്തിൽ ദൈവപിതാവിന്റെ സന്നിധിയിലാണ്. അതോ കൊളോസ്യ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത്, എഫേസ്യ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ അനാദികാലം മുതൽ സ്വർഗത്തിൽ അത് നിക്ഷേപിച്ചു വെച്ചിരിക്കുക. നിന്റെ ആത്മാവ് ഇവിടെ അല്ലെന്ന്, ദൈവസന്നിധിയിലാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മുടെ ഉള്ളിലാണ്. അതാ യേശു പറയുന്നത്. ആ വാക്യം ഒന്നുകൂടി വായിച്ചോ മോനെ. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോട് ഏക ആത്മാവായി തീരുന്നു. താഴോട്ട് വായിച്ചോ. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. കർത്താവുമായി നീ സംയോജിച്ചാൽ നീ അവിടത്തോടു കൂടെ ഏക ശരീരമെന്നല്ല, ഏക വിഗ്രഹമെന്നല്ല, ഏക ആത്മാവായി തീരുന്നു. കാരണം പിതാവായ ദൈവം ആത്മാവാണ്, പുത്രനായ യേശു ആത്മാവാണ്. ആ ആത്മാവിനോട് കൂടെ നീയും ചേരും, നീ അതിനോട് കൂടെ ചേരും. ഒരേ ആത്മാവായി നീ മാറും. നിന്നിൽ ദൈവപിതാവിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ആ പരിശുദ്ധാത്മാവ്, ആ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. അതാ യേശു പറഞ്ഞ, ഞാൻ നിങ്ങളെ വഴിയാധാരമാക്കി വിടത്തില്ല, ഞാൻ നിങ്ങൾക്ക് സഹായകനായ ഒരു പരിശുദ്ധാത്മാവിനെ അയക്കും. അത് എല്ലാ കാര്യത്തിലും നിങ്ങളെ സഹായിക്കും. ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ, സുവിശേഷം ഏറ്റുപറയാൻ, നിന്റെ വിശ്വാസം പ്രഖ്യാപിക്കാൻ, മരണത്തിന് മുൻപിൽ അത് പറയാൻ ആ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ആ ആത്മാവിൽ നീ മുന്നോട്ട് പോകാൻ തുടങ്ങും. പക്ഷെ വിഗ്രഹത്തെ ആരാധിക്കുന്നവനോ വിഗ്രഹത്തെ കുമ്പിടുന്നവനോ അതേ ആത്മാവിനോട് ചേരും. കൊരിന്ത്യ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരുവൻ വ്യഭിചാരിയുമായി ചേർന്നാൽ അവളോടുകൂടെ ഏക ശരീരമായി തീരുന്നു. ഇപ്പോൾ അവളുടെ ശരീരത്തിൽ ഏതൊക്കെ ദുരാത്മാവ് വസിക്കുന്നോ അതെല്ലാം നിന്നെ അടിമപ്പെടുത്തും. നീ ഒരു വ്യഭിചാരിയുടെ അടുത്ത് പോയി അവളോടുകൂടെ ശരീരം ലയിച്ചു കഴിഞ്ഞാൽ ഇനി നിന്നെ നടത്തുന്നത്, നിന്റെ പിന്നാലെ ഉണ്ടാകുന്നത് അവളുടെ ബന്ധനം നിന്റെ ഉള്ളിലുണ്ടാകും. അവളുടെ കെട്ടുകൾ നിന്റെ ഉള്ളിൽ വരും. ഇത് തന്നെ വിഗ്രഹത്തിന്റെ കാര്യത്തിലും കർത്താവ് പറയുന്നത്, നാൽക്കാലിയായ കാളയുടെ അല്ലെങ്കിൽ ആ വിഗ്രഹത്തിന്റെ പിന്നാലെ നീ പോയാൽ ആ കാളയുടെ ആത്മാവായിരിക്കും നിന്റെ പിന്നാലെ വരുന്നത്. ഈ ആത്മാവുള്ളവന്റെ പ്രതികരണം ഇത്രേ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവുള്ളവൻ അങ്ങനെയല്ല. അതാണ് അപ്പസ്തോലന്മാർ നമ്മളെ പഠിപ്പിച്ചത്. ദൈവാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ മരണത്തിന് മുൻപിലും കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവർ മിണ്ടാതിരിക്കുകയല്ല, യേശുവിനെ അവർ ഏറ്റുപറയാൻ തുടങ്ങി. എൻ്റെ യേശു ദൈവമാണെന്ന് പറയാൻ തുടങ്ങി. അവിടെ മരണത്തിന് മുമ്പിൽ ഒളിച്ചോടിയ ഒരൊറ്റ അപ്പസ്തോലനെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. 2-3 നൂറ്റാണ്ടുകളിൽ 325 വർഷം വിശ്വാസ സമൂഹം ഏറ്റെടുത്ത പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പിന്നീട് ഒരിക്കലും വന്നിട്ടില്ല, ഒരു സ്ഥലത്തും വന്നിട്ടില്ല. ഇന്ന് ലബനിൽ പോയി നോക്കിയ ക്രിസ്ത്യാനി ഇല്ല. ഒരു കാലത്ത് ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഒരു വലിയ സമൂഹം തന്നെയായിരുന്നു ലബനൻ എന്ന് പറയുന്ന രാജ്യം. ഇന്നില്ല. എന്തേ പറ്റിയേ? എവിടെയാ പോയത്? വിശ്വാസം എവിടെയാണ് നഷ്ടപ്പെട്ടത്? ഒരു കൊച്ചു കുഞ്ഞിനെ കുറിച്ച് ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരു ചെറിയ കുഞ്ഞ്,
സംസാരിക്കാൻ മാത്രം അറിയാവുന്ന അത്രയും ഒരു പറഞ്ഞു തുടങ്ങുന്ന ഒരു 3.5 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞ്. എനിക്ക് തോന്നുന്നു ഏറ്റവും എല്ലാ സഭാ സമൂഹങ്ങളും വിശുദ്ധനായി പ്രഖ്യാപിച്ചൊരു വ്യക്തിയാണ്. 3.5 വയസ്സുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ വിശുദ്ധൻ എന്ന് പറയപ്പെടുന്ന ഒരു കുഞ്ഞ്. സ്വന്തം അമ്മ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞപ്പോൾ രാജാവ് അവളെ പീഡിപ്പിക്കാൻ തുടങ്ങി. അവളുടെ മുടി വലിച്ചു കീറി, അവളുടെ ശരീരത്തിൽ നിന്ന് നഖങ്ങൾ വലിച്ചു കീറി, അവളുടെ രോമങ്ങൾ അല്ലെങ്കിൽ ഈ തൊലി വലിച്ചു കീറി. അപ്പോഴും പറഞ്ഞു എൻ്റെ യേശു ദൈവമാണെന്ന് പറഞ്ഞു. ഈ കുഞ്ഞിനെ എങ്ങനെ ചേർത്ത് പിടിച്ചു, രക്തമൊലിക്കുന്ന ശരീരം കൊണ്ട് 3.5 വയസ്സുള്ള കുഞ്ഞിനെ എങ്ങനെ ചേർത്ത് പിടിച്ചു. ചാട്ടവാറ് കൊണ്ട് പടയാളികൾ അവളെ അടിക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ മേത്ത് ചൊല്ലാതെ ഈ ചാട്ടവാർ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഈ കുഞ്ഞിൻ്റെ മേത്ത് കൊള്ളുമ്പോൾ അതിൻ്റെ മേത്ത് കൊള്ളാതെ ഇവളിങ്ങനെ അള്ളിപ്പിടിച്ചിരുന്നു. പക്ഷെ അടി കുഞ്ഞിൻ്റെ മേത്ത് കൊണ്ടു. കുഞ്ഞിൻ്റെ ശരീരത്തിൽ കൊണ്ടുപോ കുഞ്ഞ് വിളിച്ചു പറയാൻ തുടങ്ങി, എൻ്റെ യേശു ദൈവമാണ്. അതിനറിയത്തില്ല യേശു ആരാണ്, എന്താണ്, എങ്ങനെയാണ് അറിയത്തില്ല. പക്ഷേ യേശു വിളിച്ചു പറയാൻ തുടങ്ങി, എൻ്റെ യേശു ദൈവമാണ്. കാരണം അമ്മ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക മരണത്തിന് മുൻപിലും യേശു ദൈവമാണ്. യേശു ദൈവമാണെന്ന് വിളിച്ചു പറയുന്ന അതേ അമ്മ എന്തു പറയുന്നോ അത് കുഞ്ഞും ഏറ്റു പറയാൻ തുടങ്ങി. അവസാനം അമ്മയെ തൂക്കിക്കൊന്ന് അതേ സ്ഥലത്ത് തന്നെ കുഞ്ഞിനെ രാജാവ് വലിച്ചെറിഞ്ഞ് അതിൻ്റെ കാലെ പിടിച്ച് നിലത്തടിച്ച് ചിതറിക്കപ്പെട്ട തലച്ചോറുമായി ഒരു കുഞ്ഞിനെ കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. 3.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ. നമ്മളിന്ന് അഭിമാനത്തോടെ പറയും ഞാൻ ക്രിസ്ത്യാനിയാണെന്ന്. ഇനി പറയുമ്പോൾ വിശ്വസിക്കുന്ന ഒരു കാര്യം ഉള്ളിൽ വരണം. ഒരു കൂട്ടം വിശ്വാസികൾ, 1ഉം 2ഉമല്ല, ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഈ വിശ്വാസത്തിന് വേണ്ടി രക്തം ചിന്തിയതാ. യേശുക്രിസ്തുവും അപ്പസ്തോലന്മാരും വിശ്വാസ സമൂഹം മുഴുവനും രക്തം ചിന്തി സ്വന്തം രക്തം ബലി കൊടുത്ത് ഈ വിശ്വാസം നമുക്ക് തന്നതാ. ആ വിശ്വാസിയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് പറയേണ്ടത് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന്. ആ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട്, അല്ലാതെ മൊണ്ണക്കുഞ്ഞാടിനെ പോലെ തെരുവിൽ യേശുവിനെ വലിച്ചു കീറുമ്പോൾ മിണ്ടാതെ പോകുന്നവനല്ല വിശ്വാസി. സംസാരിക്കാതെ പ്രതികരിക്കാതിരിക്കുന്നവനല്ല വിശ്വാസി. അവൻ വിശ്വാസിയല്ല, അവനിൽ വിശ്വാസമില്ല. അവൻ ക്രിസ്ത്യാനി എന്ന അഭിമാനത്തിൽ കിട്ടുന്ന എന്തോ ഭക്ഷിക്കാനിരിക്കുന്നവനാ, അല്ലാതെ അവൻ വിശ്വാസിയൊന്നുമല്ല. നീ അത്തരക്കാരിൽ ഒരുവനാണെങ്കിൽ നീയും വിശ്വാസിയല്ല. നീ അനുഗ്രഹം മാത്രം ഇങ്ങനെ പിടിച്ചു വാങ്ങാൻ നിൽക്കുന്നവനാ, നീ വിശ്വാസിയൊന്നുമില്ല. വിശ്വാസി അവൻ്റെ പ്രകടനത്തിലുണ്ടാകണം വിശ്വാസം. അതാ യഹൂദ സമൂഹത്തിൽ നിന്നും അനേകർ കടന്നു വന്നത്. സ്തെഫാനോസിനെ പോലുള്ളവർ കടന്നു വന്നത്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു അല്ലേ, വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തി 7-ാം അധ്യായം മുഴുവൻ വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട് ഇതിൻ്റെ അകത്ത്? ഇന്ന് വിശ്വാസ സമൂഹത്തിന്റെ മുൻപിൽ വരുന്ന സകല ചോദ്യത്തിനും അപ്പസ്തോലൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് സ്തെഫാനോസ് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആരാ സ്തെഫാനോസ്? ആരാ? 6-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ നമ്മൾ വായിച്ചാൽ സ്തെഫാനോസിനെ തെരഞ്ഞെടുക്കുന്ന കാര്യം എന്താണെന്ന് അവിടെ വചനത്തിൽ കാണുന്നുണ്ട്. സ്തെഫാനോസിനെ എന്തിനാ തെരഞ്ഞെടുത്തത്? എന്തിനാ അഭിഷേകം കൊടുത്തത്? ഭക്ഷണമേശയിൽ തർക്കം അല്ലേ, അതാണ് നമ്മൾ വായിക്കുന്നത്. ഭക്ഷണമേശയിൽ തർക്കം. അപ്പസ്തോലന്മാർ പറയുന്നുണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങളാ തെരഞ്ഞെടുക്കപ്പെട്ടത്, ഭക്ഷണമേശയിലെ തർക്കം തീർക്കാൻ എനിക്ക് നേരമില്ല. പത്രോസ് പറയുന്നുണ്ട് ഭക്ഷണമേശയിലെ തർക്കം തീർക്കാൻ ഞങ്ങൾ കുറച്ച് പേരെ അഭിഷേകം ചെയ്യാം. അവർ ന്യായമായി നീതിയായി അഭിഷേകത്താൽ ആത്മാവിനാൽ അവർ ഭക്ഷണമേശ കൈകാര്യം ചെയ്യും. ഞങ്ങളെ സുവിശേഷ വേലയിലാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞങ്ങൾ ആ വേലയിൽ നിന്നും മാറാൻ ഞങ്ങൾ തയ്യാറല്ല. അല്ല, അതെന്നല്ലേ പത്രോസ് പറയുന്നത്? വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. ഭക്ഷണ മേശയിലുള്ള തർക്കം തീർക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. അതിന് ഞങ്ങൾ മറ്റൊരുത്തനെ അഭിഷേകം ചെയ്യാം. അതിന് മറ്റൊരുത്തനെ അഭിഷേകം ചെയ്ത് അവൻ്റെ അഭിഷേകം പിന്നെ താഴോട്ട് ഇറങ്ങി അടുത്ത അധ്യായം നമ്മൾ വായിക്കുമ്പോൾ സുവിശേഷത്തിൽ വരാനുള്ള സകല ചോദ്യങ്ങൾക്കും ഇതാ സ്തെഫാനോസ് മറുപടി കൊടുക്കുന്ന നമ്മൾ വായിക്കുന്നത്. അബ്രഹാം മുതൽ വിളിക്കപ്പെട്ട സകല പ്രവാചകന്മാരും യേശുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇന്ന് വരാനിരിക്കുന്ന സുവിശേഷത്തിനെതിരെ, യേശുവിനെതിരെ വരാനിരിക്കുന്ന സകല ചോദ്യങ്ങൾക്കും മറുപടിയാ ഇതാ സ്തെഫാനോസ് കൊടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2016 അല്ലെങ്കിൽ ഒരു 15-16 കാലഘട്ടത്തിൽ ഞാൻ ഈ ഹോളിൽ നടക്കുന്ന സുവിശേഷ വേലയിൽ ഈ പയ്യൻ നിൽക്കുന്നത് പോലെ ഒരു ക്യാമറയുടെ നടുവിൽ ഒരു കസേരയിട്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. അല്ലാതെ സ്റ്റേജിൽ ശുശ്രൂഷ ചെയ്യാൻ തിരഞ്ഞെടുത്തവനല്ല ഞാൻ. ഒരു ക്യാമറയുടെ മുന്നിൽ അവിടെ നിൽക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ടൊരു വ്യക്തിയാണ് ഞാൻ. ഒരു ക്യാമറയുടെ പിന്നിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് അഭിഷേകം ചെയ്ത് ഒരു കസേരയിൽ എന്നെ കൊണ്ടുവന്നിരുത്തിയെങ്കിൽ ഇന്ന് 2024 വരുമ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് കർത്താവിന്റെ സുവിശേഷം പറയുന്നെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം എൻ്റെ മേൽ ഇറങ്ങിയപ്പോൾ എൻ്റെ യേശു ദൈവമാണെന്ന് ഒരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ്, ആ ഉറപ്പുള്ള എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സ്തെഫാനോസിനെ തെരഞ്ഞെടുത്തത് ഭക്ഷണമേശയിലെ തർക്കം തീർക്കാനാണെങ്കിൽ അവൻ പിന്നീട് പറഞ്ഞത് ലോകത്ത് വരാനിരിക്കുന്ന സകല ചോദ്യങ്ങൾക്കും മറുപടിയാ. അപ്പസ്തോല പ്രവൃത്തി 7-ാം അധ്യായം നിങ്ങളൊന്ന് വായിക്കണം. ആ 7-ാം അധ്യായത്തിന്റെ 52-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അത് മുഴുവൻ വായിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് നേരമില്ല. ആ 7-ാം അധ്യായം അബ്രാഹത്തിന് വെളിപ്പെട്ട ദൈവം, ഇസഹാക്കിന് വെളിപ്പെട്ട ദൈവം, യാക്കോബിന് വെളിപ്പെട്ട ദൈവം, മോശയിലൂടെ പറഞ്ഞ ദൈവം, പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തിയ ദൈവം, പ്രവാചകന്മാർ പ്രസ്താവിച്ച ദൈവം എന്ന് പറഞ്ഞു തുടങ്ങി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അതിന്റെ 52-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഏതു പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി? നീതിമാനായവന്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി. ഒരുവന്റെ ആഗമനത്തെ കുറിച്ച് അബ്രഹാം വെളിപ്പെടുത്തി, ഇസഹാക്ക് വെളിപ്പെടുത്തി, യാക്കോബ് വെളിപ്പെടുത്തി, മോശ വെളിപ്പെടുത്തി, പ്രവാചകന്മാർ മുഴുവൻ വെളിപ്പെടുത്തി. ഒരൊറ്റൊരുത്തന്റെ ആഗമനത്തെ കുറിച്ച്, നീതിമാനായ ഒരുവന്റെ ആഗമനത്തെ കുറിച്ച്. അല്ലെ, അങ്ങനല്ലേ വാക്യം പറഞ്ഞേ? ഒന്നുകൂടി വായിച്ചോ അത്. ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി? നീതിമാനായവന്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി. നീതിമാനായ ഒരുവന്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ച പ്രവാചകന്മാരെ സകലരെയും കൊലപ്പെടുത്തി. ആരാ നീതിമാൻ? നീതിമാനായ ഒരൊറ്റ വ്യക്തിയുടെ ആഗമനത്തെ കുറിച്ചാണ് ഈ പറയുന്ന പ്രവാചകന്മാർ പറഞ്ഞത്, പഴയ നിയമം മുഴുവൻ പറഞ്ഞത്, അപ്പസ്തോലന്മാർ പറഞ്ഞത്, ഈ പറയുന്ന പഴയ നിയമ പ്രവാചകന്മാർ മുഴുവൻ പറഞ്ഞതെന്ന് ഇതാ സ്തെഫാനോസ് വിളിച്ചു പറയാൻ തുടങ്ങി. ഞാൻ പറയുന്ന ക്രിസ്തീയ സമൂഹത്തിന് വരാനിരിക്കുന്ന സകല ചോദ്യങ്ങൾക്കും മറുപടി അവിടെ തീർത്തുക. അപ്പസ്തോലൻ അവിടെ എഴുതി വെച്ചിരിക്കുക, സ്തെഫാനോസ് അവിടെ തീർത്തു വെച്ചിരിക്കുക. പക്ഷെ സ്തെഫാനോസിന്റെ അഭിഷേകം നിങ്ങൾ പരിശോധിക്കണം. ഭക്ഷണമേശയിലെ തർക്കം തീർക്കാൻ അഭിഷേകം ചെയ്തവനാ. ഇന്ന് നമ്മൾ ഈ കസേരയിൽ ഇരിക്കാൻ അഭിഷേകം ചെയ്തവൻ മാത്രമല്ല, ഇന്നിവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നാളെ കർത്താവിന് വേണ്ടി സംസാരിക്കാനുള്ള ഒരു അഭിഷേകം നിന്റെ മേലുണ്ടെന്ന് നീ തിരിച്ചറിയണം. ഇന്ന് ക്യാമറ പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് സൗണ്ട് സിസ്റ്റം ചെയ്യുമ്പോൾ, ഇവിടെ ഇരുന്ന് പാട്ട് പാടുമ്പോൾ, കീബോർഡ് വായിക്കുമ്പോൾ, പുറകിൽ കൗണ്ടറിൽ ഇരിക്കുമ്പോൾ, വിളിച്ചു വിടുമ്പോൾ നിന്നെ അഭിഷേകം ചെയ്തത് യേശു ദൈവമാണെന്ന് പ്രഖ്യാപിക്കാനാ. യേശു ദൈവമാണെന്ന് ശക്തമായി നീ എവിടെയൊക്കെ പ്രഖ്യാപിക്കുന്നുവോ അതിനു വേണ്ടിയാ കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. നിന്റെ അഭിഷേകം അതായിരിക്കണം. അതിലേക്ക് നിന്റെ അഭിഷേകത്തെ നീ വളർത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പസ്തോല പ്രവൃത്തി 3-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. അപ്പസ്തോല പ്രവൃത്തി 3-ാം അധ്യായം 14-ാം വാക്യം. പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിരാകരിച്ചു, പകരം ഒരു കൊലപാതകയെ വിട്ടുകിട്ടാൻ അപേക്ഷിച്ചു. അപ്പസ്തോലൻ പറയുക, യേശു ക്രിസ്തുവിനെ കുറിച്ച് നീതിമാനായ ഒരൊറ്റ ഒരുവനേ ഉള്ളൂ, പരിശുദ്ധനും നീതിമാനുമായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ നിരാകരിച്ചു. നീതിമാനായ ഒരുവന്റെ വരവിനെ കുറിച്ച് പറഞ്ഞ പ്രവാചകന്മാരെ മുഴുവൻ നിങ്ങളെ കൊന്നുവെന്ന് സ്തെഫാനോസ് പ്രഖ്യാപിച്ചപ്പോൾ പത്രോസ് തന്റെ പ്രസംഗത്തിൽ പറയുകയാണ്, നീതിമാനായവൻ അവൻ യേശുവാണ്, ആ യേശുവിനെ നിങ്ങൾ നിരാകരിച്ചു, ആ യേശുവിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞു, ബറാബാസിന്റെ പിന്നാലെ നിങ്ങൾ പോയി, നിങ്ങൾ നശിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യം ഒന്ന് വായിക്കാമോ? തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അപ്പസ്തോലന്മാര്, നമ്മൾ നേരത്തെ ഒരു വാക്യം വായിച്ച് നമ്മൾ അവസാനിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് കൊരിന്തി ലേഖനത്തില് ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു വാക്യം നമ്മൾ വായിച്ചിങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. 1 കൊരിന്തോസ് അതിന്റെ 8-6 നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ടല്ലേ? എങ്കിലും നമുക്കൊരു ദൈവമേ ഉള്ളൂ, നമുക്കൊരു ദൈവമേ ഉള്ളൂ. ആരാണോ സർവ്വം സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. അപ്പൊ ദൈവം എന്ന് പറഞ്ഞ് ഒരു വാക്യം അവിടെ കണ്ടു. അടുത്ത വാക്യം വായിച്ചോ, അടുത്ത് വായിച്ചോ, താഴോട്ട് വായിച്ചോ. ഒരു കർത്താവേ നമുക്കുള്ളൂ, ആരിലൂടെയാണോ സർവ്വവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്. അപ്പൊ ഒരു ദൈവത്തെയും കാണാം, ഒരു കർത്താവിനെയും കാണാം. രണ്ട് കാര്യങ്ങൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്. 1 കൊരിന്തോസ് 8-6 ഒരു ദൈവവും ഒരു കർത്താവും, അല്ലേ? ഇനി തോമസ് യേശുവിനെ വിളിച്ച വിളിയാണ് നമ്മൾ നേരത്തെ വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യം. ആരാണ് യേശു ക്രിസ്തു എന്നുള്ളത്, ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് ഇതാ തോമസ് വിളിക്കുകയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. പൗലോസ് ലേഖനത്തിൽ എഴുതി, ഒരു ദൈവമേ നമുക്കുള്ളൂ, ഒരു കർത്താവേ നമുക്കുള്ളൂ. ഇതാ തോമസ് വിളിക്കുകയാണ്, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ. യേശു അവർക്ക് ആരാണ്? അവർക്ക് ദൈവവും കർത്താവുമാണെന്ന് തോമസ് അവിടെ വിളിച്ചു വയ്ക്കുകയാണ്. ഇതേ കാര്യം തന്നെ പൗലോസ് എഴുതുകയാണ്, ഒരു ദൈവമേ നമുക്കുള്ളൂ, ഒരു കർത്താവേ നമുക്കുള്ളൂ. സർവവും സൃഷ്ടിച്ച ദൈവം, സർവത്തെയും ഉളവാക്കിയ കർത്താവ്, നമ്മളെ പീഡനത്തിൽ നിന്നും വിടുവിച്ച് പാപത്തിൽ നിന്നും മോചിപ്പിച്ച യേശു ക്രിസ്തു, ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് അപ്പസ്തോലൻ നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ.
യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ രണ്ട് വിശേഷണങ്ങളും ഈ രണ്ട് വാക്യങ്ങളും ഇതാ തോമസ് ഒരേ കാര്യത്തിൽ യേശുവിന്റെ മുൻപിലാണ് വിളിക്കുന്നത്. യേശുവോടെ പറയുന്നുണ്ട് കർത്താവ് ഞാനല്ല എന്ന് യേശു തിരിച്ചു പറയുന്നുണ്ടോ? തോമസ് വിളിക്കുന്ന വിളി അങ്ങനെ തന്നെ സ്വീകരിച്ച് കണ്ട് വിശ്വസിച്ചവൻ ഭാഗ്യവാൻ, കാണാതെ വിശ്വസിക്കുന്നവൻ അതിലേറെ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. യേശുവിൻ്റെ മറുപടി അതാ, നീ എന്നെ വിശ്വസിച്ചു, കണ്ടിട്ട് വിശ്വസിച്ചു തോമസേ, കാണാതെ വിശ്വസിക്കുന്നവൻ അതിനേക്കാൾ ഭാഗ്യവാൻ. എങ്ങനെ വിശ്വസിക്കാനാ പറഞ്ഞേ? ഞാൻ ദൈവവും കർത്താവുമാണെന്ന് കാണാതെ വിശ്വസിക്കുന്നവൻ അതിനേക്കാൾ ഭാഗ്യവാൻ എന്നാ കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. ദൈവത്തിന്റെ കുഞ്ഞാടിനെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിന്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു. ഇവിടെ എത്ര സിംഹാസനമുണ്ട്? ദൈവത്തിനൊരു സിംഹാസനം, കുഞ്ഞാടിന് മറ്റൊരു സിംഹാസനം ആണോ? അങ്ങനെയാണോ? വായിച്ചോ, വാക്യം വായിച്ചോ. ദൈവത്തിന്റെയും കുഞ്ഞാടിനെയും സിംഹാസനത്തിൽ നിന്ന് ഒറ്റ സിംഹാസനം, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം, ഒരൊറ്റ സിംഹാസനമേ ഉള്ളൂ. പിതാവായ ദൈവത്തിനും പുത്രനായ യേശു ക്രിസ്തുവിനും ഇവിടെ പറയുകയാണ് ഒരേ ഒരു സിംഹാസനം, ഒരൊറ്റ സിംഹാസനം. അവിടെയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1:1 വായിച്ച് തുടങ്ങിയിട്ട് ഇതാ ദൈവവചനത്തിന്റെ അവസാനം വെളിപ്പാട് പുസ്തകം അതിൻ്റെ 22-ാം അധ്യായം അവസാന അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ദൈവപിതാവ് ആഗ്രഹിക്കുന്ന കാര്യം യേശു ക്രിസ്തു ആരാണെന്ന് അവിടെ വെളിപ്പെടുത്തി അവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന് ഒരേ ഒരു സിംഹാസനമേ ഉള്ളൂ. ആ സിംഹാസനം യേശുവിനും പിതാവിനും ഒരൊറ്റ സിംഹാസനം, അല്ലാതെ സിംഹാസനങ്ങൾ എന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല, ഒരൊറ്റ സിംഹാസനം. ദൈവത്തിനും കുഞ്ഞാടിനും ഒരേ ഒരു സിംഹാസനം. അതിന്റെ 3-ാം വാക്യം വായിച്ചോ മോനെ, 22:3 വായിച്ചോ. ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ ഉണ്ടായിരിക്കും. വീണ്ടും പറയാണ്, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം, ഒരൊറ്റ സിംഹാസനമേ നമുക്കവിടെ കാണാൻ സാധിക്കത്തുള്ളൂ. 21-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, തൊട്ട് മുമ്പുള്ള അധ്യായം 21:3. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും. ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്നും ഒരു വലിയ ശബ്ദം കേൾക്കുക. ആ ശബ്ദം എങ്ങനെയാണ്? ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്നു. ഇന്ന് ആ കൂടാരം നമ്മുടെ ഉള്ളിൽ വസിക്കുക. ഇന്ന് ആ കൂടാരം നമ്മളാ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. ഞാൻ ക്രിസ്തുവുമായി ചേരുമ്പോൾ അവനോട് കൂടെ ഞാൻ ഒരാത്മാവായി തീരും. എൻ്റെ യേശു ദൈവമാണെന്ന് പ്രഖ്യാപിക്കാൻ, യേശുവിനെതിരെ ഒരു വാക്ക് കണ്ടാൽ, ഒരു വാക്ക് കേട്ടാൽ അതിനെതിരെ പ്രതികരിക്കാൻ, അതിനെതിരെ ശബ്ദമുയർത്താൻ ദൈവം നിന്നെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിലുണ്ടെന്ന് നീ മനസ്സിലാക്കണം. ദൈവത്തിന്റെ ആത്മാവുള്ളവൻ കർത്താവിന് വേണ്ടി പ്രതികരിക്കും, കർത്താവിന് വേണ്ടി സംസാരിക്കും. ദൈവത്തിന്റെ ആത്മാവില്ലാത്തവനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവൻ കാളയുടെ പിന്നാലെ പോകും. കാരണം അവൻ്റെ ഉള്ളിലുള്ളത് ഈ കാളയുടെ ആത്മാവാണ്. പുല്ല് തിന്നുന്ന പശുവിൻ്റെ കാളയുടെ ആത്മാവാണ് അവൻ്റെ ഉള്ളിലുള്ളത്. അവൻ അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കും. വിഗ്രഹത്തിൻ്റെ പിന്നാലെ പോകുന്നതിൻ്റെ അവസ്ഥ അതാ. പക്ഷേ ആത്മാവുള്ളവൻ്റെ അതല്ല. കാരണം യേശു പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു, അവൻ്റെ ആത്മാവുള്ളവൻ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കും. അവൻ ദൈവത്തെ ശക്തമായി ആരാധിക്കുക തന്നെ ചെയ്യും. നമ്മൾ സ്തെഫാനോസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. യേശുവിൻ്റെ കാൽവരി ക്രൂശ് നേരിട്ട് കണ്ടവനാ സ്തെഫാനോസ് എന്ന് പറയപ്പെടുന്നത്. യേശുവിൻ്റെ കാൽവരി ക്രൂശ് നേരിട്ട് കണ്ടവനാ സ്തെഫാനോസ്. ഈ കാൽവരി ക്രൂശിലേക്ക് യേശു നടന്നെടുക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലേക്ക് ആണികൾ അടിച്ചിറക്കുമ്പോൾ, ചാട്ടവാറ് കൊണ്ട് അവനെ വലിച്ചടിക്കുമ്പോൾ, അവൻ്റെ കൈകാലുകളിലേക്ക് ആണി അടിക്കുമ്പോൾ, അവൻ്റെ ശിരസിലേക്ക് ഒരു മുൾക്കിരീടം ധരിക്കുമ്പോൾ സ്തെഫാനോസിൻ്റെ ഉള്ളിൽ രണ്ട് ചിന്തകളാണ്. ഒരു ചിന്ത, ഒരു പൂർണ്ണ യഹൂദനായി നിന്നുകൊണ്ട് അവൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വരികയാണ്. അത് എൻ്റെ ദൈവത്തിനെതിരെ അവൻ പറഞ്ഞതുകൊണ്ടാണ്. അവൻ സ്വയം ദൈവമായി പ്രഖ്യാപിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ്. അവൻ ദൈവമാണെന്ന് അവകാശപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതാ യഹൂദ സമൂഹം, റോമൻ സൈന്യം അവനെ പീഡിപ്പിക്കുന്നത്. അവൻ ദൈവദൂഷണം പറഞ്ഞത് കൊണ്ടാണ്. മോശയുടെ നിയമത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവദൂഷണം പറയുന്നവനെ കല്ലെറിഞ്ഞ് കൊല്ലണം, ഇല്ലാതെയാക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അവൻ്റെ പ്രവൃത്തിയിൽ സംഭവിക്കുന്നത്. എന്നാൽ തൊട്ടുപുറത്ത് സ്തെഫാനോസ് വീണ്ടും നിന്ന് ചിന്തിക്കും, അല്ലയോ ഇവനിലൂടെ അത്ഭുതങ്ങൾ സംഭവിച്ചു,
ഇവനിലൂടെ ജന്മന കുരുടനായവൻ സൗഖ്യപ്പെട്ടു, ജന്മന കുരുടനായവനും അന്ധനായവനും സൗഖ്യപ്പെട്ടു, ജന്മന നടക്കാൻ കഴിയാത്തവൻ എഴുന്നേറ്റ് നടന്നു. 4 ദിവസം മരിച്ച് കല്ലറയിൽ കിടന്നവൻ അവൻ വിളിച്ചപ്പോൾ എഴുന്നേറ്റ് വന്നു. അവൻ വിളിച്ചപ്പോൾ ഇതാ കാറ്റും കടലും ശാന്തമായി. അവൻ ശാസിച്ചപ്പോൾ ഇതാ കടൽ ശാന്തമായി, കാറ്റ് ശാന്തമായി. അവൻ പിശാചുക്കളെ ബഹിഷ്കരിച്ചു. അവൻ ജലത്തിന് മീതെ നടന്നു. അവൻ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു. ഇവൻ സൃഷ്ടിക്ക് മുകളിൽ സൃഷ്ടാവായ ദൈവമാണോ എന്നൊരു ചിന്ത സ്തെഫാനോസിന്റെ ഉള്ളിൽ കടന്നു വന്നു. ഈ 2 ക്വസ്റ്റ്യനും ഒരുമിച്ചൊരു യുദ്ധം തന്നെ കടന്നുപോയി. സ്തെഫാനോസ് യേശുവിന്റെ പിന്നാലെ നടന്നു എന്നാണ് പറയപ്പെടുന്നത്. അവനെ കാൽവരി ക്രൂശിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ആണിപ്പഴുതുകളിലേക്ക് അവനെ വലിച്ചടയ്ക്കുമ്പോഴെല്ലാം അവൻ്റെ ഉള്ളിൽ ഈ ചിന്തയുണ്ട്: ഇവൻ ദൈവമാണോ, ഇവൻ സൃഷ്ടാവാണോ, അതോ മനുഷ്യനാണോ? ഇവൻ ദൈവദൂഷണം പറഞ്ഞതുകൊണ്ട് ഇതാ ഇവൻ ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ തൊട്ടുപുറത്ത് മറ്റൊരു ചിന്ത നിൽക്കുകയാണ്: എങ്ങനെ ഇവനിലൂടെ ഈ അത്ഭുതങ്ങൾ സംഭവിച്ചു? എങ്ങനെ ഇവന് കാറ്റിനെ ശാന്തമാക്കാൻ സാധിച്ചു? ഒരു മനുഷ്യന് ജലത്തിന്റെ മീതെ നടക്കാൻ കഴിയാതെ വന്നപ്പോ ഇതാ അവൻ ജലത്തിന്റെ മീതെ നടക്കുന്നു. ഇങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടാവിനെ കണ്ടപ്പോൾ സൃഷ്ടി മറക്കുന്ന തലത്തിലുള്ള ചില അത്ഭുതങ്ങൾ യേശുവിലൂടെ സംഭവിച്ചു. ഇവൻ ആര്? ഇവൻ സൃഷ്ടാവായിരിക്കുമോ? അവൻ്റെ ആ ചിന്ത അവനെ പത്രോസിൻ്റെ അടുത്ത് എത്തിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് പത്രോസിലൂടെ വിശ്വാസം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി. ആ വിശ്വാസത്തിൻ്റെ ആത്മാവ് അവനിൽ പ്രവേശിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്: ഇതാ ഭക്ഷണമേശയിലെ തർക്കം തീർക്കാൻ ആത്മാവുള്ള 7 പേരെ അവർ തിരഞ്ഞെടുത്തു. ആത്മാവുള്ള 7 പേരെ തിരഞ്ഞെടുത്ത് അവരിൽ നിന്നും സ്തെഫാനോസ് വളർന്നു വരുമ്പോൾ അവനൊരു കാര്യം ഉറപ്പാ: എൻ്റെ യേശു ദൈവമാ, അവൻ മനുഷ്യനല്ല. സൃഷ്ടി അതിൻ്റെ സ്വഭാവത്തെ മറന്നിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടാവായ യേശുവിൻ്റെ മുൻപിൽ മാത്രമേ ഉള്ളൂ. മറ്റൊരുത്തിൻ്റെ മുൻപിലും സൃഷ്ടി അതിൻ്റെ സ്വഭാവത്തെ മറന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ യേശു ദൈവമാ. ഈ വിശ്വാസം അവനിലുള്ള അഭിഷേകത്തെ വളർത്താൻ തുടങ്ങി. അവനിലുള്ള അഭിഷേകത്തെ വളർത്തി ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം കൊടുക്കാൻ തുടങ്ങി. അവൻ ചോദ്യങ്ങളെ നേരിടാൻ തുടങ്ങി. അവൻ്റെ സുവിശേഷം വളർന്നു. അവനിലൂടെയുള്ള ദൈവശാസ്ത്രം വളർന്നു. ഇന്ന് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ മുഴുവൻ പറയുന്നത് അപ്പസ്തോല പ്രവൃത്തി 7-ാം അധ്യായം സകല ദൈവശാസ്ത്രങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. സകല ദൈവശാസ്ത്രങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരു അധ്യായമാണ് അപ്പസ്തോല പ്രവൃത്തി, അതിൻ്റെ 7-ാം അധ്യായം. കാരണം വലിയ കാര്യങ്ങൾ ദൈവാത്മാവിൽ ഇതാ സ്തെഫാനോസിന് വെളിപ്പെട്ടു. അതിൻ്റെ അവസാനം നമ്മൾ വാക്യം വായിക്കുന്നുണ്ട്: സ്തെഫാനോസ് യേശുവിനെ കണ്ടു. കല്ലുകൾ അവൻ്റെ നേരെ വന്നപ്പോഴും അനേക കല്ലുകൾ അവനെതിരെ വലിച്ചെറിയുമ്പോഴും കല്ലുകളിൽ നിന്ന് ലഭിക്കുന്ന വേദനയല്ല സ്തെഫാനോസ് വിളിച്ചു പറയുന്നത്. വേദനയില്ലാത്ത ഒരു മരണം കണ്ടത് കർത്താവായ ദൈവം ഇതാ സ്തെഫാനോസിന്റെ ഉള്ളിൽ നിക്ഷേപിക്കുക. കല്ലുകളിൽ നിന്ന് വരുന്ന വേദനയല്ല അവൻ വിളിച്ചു പറയുന്നത്. അയ്യോ, നിങ്ങൾ എന്തിനെന്നെ കല്ലെറിയുന്നുള്ള ചോദ്യമല്ല അവൻ പറയുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ ഞാനിതാ യേശുവിനെ കാണുന്നു, ഒരു മഹത്വമുള്ള ദൈവത്തെ ഞാൻ കാണുന്നു. അതാ വിളിച്ചു പറയുന്ന. യഹൂദര് ചെവി പൊത്തി പിന്നെയും അവനെ കല്ലെറിഞ്ഞു. അവൻ മരണനിദ്ര പ്രാപിച്ചു എന്ന വചനത്തിൽ കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എത്ര പേര് പറയുന്നു എൻ്റെ യേശു ദൈവമാണെന്ന്, എൻ്റെ യേശു കർത്താവാണെന്ന്? അത് ഇവിടെ പറഞ്ഞാൽ പോരാ. ഈ ഹാളിൻ്റെ അകത്ത് പറയുന്ന ഒരു വിശ്വാസമല്ല. ഇത് ആർക്കും സാധിക്കും ഇവിടെ എന്ന് പറയാൻ. കാരണം ആരും അത് ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. എവിടെ അത് വലിച്ചു കീറപ്പെടുന്നു, അല്ലെങ്കിൽ യേശുവിനെതിരെ പറയപ്പെടുന്നോ, നിന്റെ മുൻപിൽ ചോദ്യം വരുന്നോ, അത് പരസ്യമായും രഹസ്യമായും വരുമ്പോൾ അവിടെ പറയാൻ സാധിക്കണം, അവിടെ പ്രഖ്യാപിക്കാൻ സാധിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കണം, തലമുറയെ രക്ഷിക്കാൻ സാധിക്കണം. അവിടെയാ ഈ വിശ്വാസം ശക്തമാകുന്നത്. 1, 2, 3 നൂറ്റാണ്ടുകളിൽ നമുക്ക് വേണ്ടി മരിച്ച ആ പ്രധാനപ്പെട്ട ശിഷ്യന്മാരുടെ, അപ്പസ്തോലന്മാരുടെ ക്രിസ്തീയ രക്തത്തിന് നമ്മൾ അതിന് മറുപടി കൊടുക്കുന്നത് അവിടെയാണ്. നിലവിളിക്കുന്ന രക്തം അല്ലെങ്കിൽ നിനക്കെതിരെ വിളിക്കാൻ തുടങ്ങും. ഇന്ന് നീ ക്രിസ്ത്യാനി എന്ന് അഭിമാനിച്ചുകൊണ്ട് എല്ലാ അവകാശവും പിടിച്ചു പറ്റിക്കൊണ്ട് എല്ലാ അധികാരവും സ്വന്തമാക്കിക്കൊണ്ട് നീ നിൽക്കുമ്പോൾ കർത്താവ് ചോദിക്കും: എവിടെന്ന ഈ അധികാരം നിനക്ക് ലഭിച്ചേ? അത് രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ നിന്ന് അവൻ്റെ രക്തം നിനക്ക് വേണ്ടി ബലി കഴിച്ചപ്പോഴാ ഈ വിശ്വാസം നിനക്ക് പകരപ്പെട്ടതെങ്കിൽ അതിനുപോലെ നീയും പറയാൻ സാധിക്കണം.